മാറാനും എത്തിയവരുമുണ്ട്. അപ്പോൾ പൊതുവായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാനും നിങ്ങളെ പോലെ എല്ലാവരും പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു മീഡിയം എന്ന് പറയുന്നത്, ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് മീഡിയം ഉള്ള ഒരു മേഖലയാണ് ഡ്രോയിങ്. ഒരുപാട് ശൈലിയുണ്ട്, ഒരുപാട് ടൂളുകളുണ്ട്, ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്, ഒരുപാട് എന്താ പറയാ, പണ്ട് മുതിർന്നവർ ചെയ്ത ശീലങ്ങളും അതിൽ ഒരുപാട് ക്ലാരിറ്റി വരേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരന്നു കിടക്കുന്ന വലിയൊരു മേഖലയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അവിടെ അതിന്റെ ബാലപാഠങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഡ്രോയിങ്ങിനെ എത്തിപ്പിടിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു ചിത്രം എങ്ങനെ വരച്ചു തുടങ്ങാം എന്നുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ ഇതിലൂടെ ഈ ഒരു കോഴ്സ് എന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നത്. ഒരുപടി നിങ്ങൾ ഉയർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ കൂടെയുണ്ട്. എല്ലാവിധ ആശംസകളെ അറിയിക്കുന്നു. ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാവോ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച്? അതായത് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാവോ? ആ പറഞ്ഞോ. ആരാണ്? വിദ്യ വാസുദേവാണോ? സാറേ പറഞ്ഞോ. സാറേ ഈ ക്ലാസ് സാധാരണ ഞാൻ ആകെ ഫേസ് മാത്രം വരയ്ക്കുന്ന ഒരു ആളായിരുന്നു. ഞാൻ ഡ്രോയിങ്ങിന് ഓൾറെഡി കുറച്ച് നല്ലതായിരുന്നു, കാരണം എൻ്റെ ആൻസിസ്റ്റേഴ്സ് എല്ലാം ഡ്രോയിങ്ങിന് നന്നായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ലൈക്ക് സാധാരണ ഫേസ് മാത്രമല്ല, ഇപ്പോ ക്ലാസ് കാരണം ഞാൻ ബാക്കി സാധനങ്ങളും കൂടി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ വേറെ സാധനങ്ങൾ വരയ്ക്കുന്നതിൽ വളരെ നൈസാണ്, വളരെ ഗുഡാണ്. അപ്പോൾ ആ ടാലന്റ് ബ്രിങ് ഔട്ട് ചെയ്യുന്നതിന് ഞാൻ ഈ ക്ലാസ്സിന് വളരെ നന്ദി പറയും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു, വെൽക്കം. ഓക്കെ, വേറെ ഞാൻ അദ്വൈത. നെക്സ്റ്റ് വോയിസ് വോയിസ് ഓപ്പൺ ചെയ്യ. വേറെ ആർക്കാ പറയാനുള്ളത്? കൈപൊന്തിച്ചാല് ഹാൻഡ് റൈസ് ചെയ്ത ധാര ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? സാറേ, എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇത്രയും നന്നായിട്ടൊന്നും വരയ്ക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ ഈ ക്ലാസ്സിന് ശേഷം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അതൊക്കെ സാറിന്റെ ആ ഇത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വരയ്ക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ, പറയുന്നത് താങ്ക് യു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അതാണ് വേണ്ടത് നമുക്ക്. നമ്മൾ എന്താണോ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അപ്പുറത്ത് ഉള്ളവരുടെ, അല്ലെങ്കിൽ ആ ടെക്നോളജിയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ഓക്കെ, സന്തോഷം. ഇതിപ്പോ നെക്സ്റ്റ്. സാറിന്റെ ഒരു ഹാർഡ് വർക്ക് കാരണമാണ് ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നത്. ഓക്കെ അപ്പോ അതിന് വലിയൊരു താങ്ക്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ ആർക്കാണുള്ളത് സംസാരിക്കാനുള്ളത്? പറയാം, ഇവിടെ എന്തും പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാം. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയാം, കുഴപ്പമില്ല. സർ, ഇതിനു മുമ്പ് നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിൽ പോയായിരുന്നു. അപ്പൊ നല്ലപോലെ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ വന്നപ്പോ ഇത്രയും കൂടി നല്ലപോലെ ഇമ്പ്രൂവ് ആയി. ഇപ്പൊ നല്ലപോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ സാറ് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? മിൻഹ ഉണ്ടല്ലേ? സ്മിത, ഹരി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സാറേ, പറഞ്ഞോളൂ. എനിക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു. പക്ഷെ ചെറുതായിട്ട് കുറച്ച് ദിവസമായിട്ട് വരയ്ക്കാത്തോണ്ട് പറ്റാതെ ഇരുന്നതാ. പിന്നെ അത് ഞാൻ വരച്ച് വരച്ചിട്ട് ഈ മാഷിന്റെ ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് തന്നെ. എനിക്ക് നന്നായി ഇഷ്ടായി ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, സത്യത്തിൽ നിങ്ങളെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ഇങ്ങനെയും ചില ഹെൽപ്പുകൾ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എന്താ പറയുക മനസ്സിലാക്കുന്നത്. വലിയൊരു ഹാപ്പിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ എന്നെയും ഹെൽപ്പ് ചെയ്ത മാഷ് ശശി മാഷുടെ മക്കൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ മാഷൊക്കെ ഈ ഒരു സമയത്ത് ഓർമ്മിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ പറഞ്ഞോ. എനിക്ക് കുറച്ചായിട്ടൊക്കെ ആയിരുന്നു വരക്കാനൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചിത്രമൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ വരക്കുക. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ സാറ് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. ഇപ്പം എനിക്ക് കുറേ വരക്കാനൊക്കെ കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. വെൽക്കം വെൽക്കം. താങ്ക് യു. വെൽക്കം. ഓക്കെ. പിന്നെ കാർത്തിക്. പറഞ്ഞു പറഞ്ഞു. സാർ, എനിക്ക് നേരത്തെ വരയ്ക്കാനുള്ള കഴിവൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഓക്കെ. പിന്നെ ഈ സാറിന്റെ ക്ലാസ് വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ വാട്ടർ കളർ വെച്ച് നല്ല ചിത്രങ്ങളൊക്കെ വരച്ചു. ഓക്കെ. പിന്നെ എങ്ങനെ പെൻസിൽ പിടിക്കണം, ഇങ്ങനെ ചിത്രമൊക്കെ നന്നായിട്ട് വരയ്ക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റി. പിന്നെ എനിക്ക് വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് നന്നായിട്ട് കൂടി. ഓക്കെ 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 ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. സാറിന്റെ അഭിപ്രായം പറയുന്നത് വളരെ വളരെ സന്തോഷം. ഓക്കെ 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 ഓക്കെ. ഇപ്പോ നിങ്ങൾ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്ത് ധാര ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്. സാറേ, ആ. സാറിപ്പോ ഈ ക്ലാസ് ഒക്കെ ചെയ്തു തന്നോണ്ട് സാർ ഇപ്പൊ ഈ ക്ലാസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഇത് വരയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. അതേപോലെ എനിക്ക് പണ്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ക്ലാസ്സിനൊക്കെ പോകണമെന്ന്. പക്ഷെ അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അമ്മ സമ്മതിച്ചില്ല. ഇപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അമ്മ എന്നെ ഈ ഒരു ഇതിൽ ചേർത്തി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പണ്ട് എനിക്ക് ഒട്ടും ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നാലൊരു മടിയായിരുന്നു വരയ്ക്കാനൊക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ ചേർന്നതോടെ എനിക്ക് ഭയങ്കര ഒരു ആഹ്ലാദമൊക്കെയാണ്. ക്ലാസ് തരാനായില്ലേ, ക്ലാസ് ആവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓടിച്ചാടിയൊക്കെ വരാറ്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ക്ലാസ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. നഫ്ല ഉണ്ടോ? സംസാരിക്കണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ആയി അല്ലേ? ഇനി ആരും ഇല്ലല്ലോ സംസാരിക്കാൻ? കൈവന്തിക്കാം. സംസാരിക്കാൻ ഉണ്ടെങ്കിൽ കൈവന്തിക്കാം. ഓക്കെ. അദ്വൈത. പറഞ്ഞോ. I love this class. ഓക്കെ പറഞ്ഞോ. ഓക്കെ. താങ്ക് യു താങ്ക് യു. Thank you so much for teaching me how to draw. ഓക്കെ. വെൽക്കം. താങ്ക് യു. ടെക്നിക്സ് വളരെ ഇൻസ്പിറേഷണൽ ആണ് സാറേ. ഓക്കെ ഓക്കെ. താങ്ക് യു